നമസ്കാരം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പ്രതികാര നടപടികൾ ഗൾഫ് മേഖലയെ നടുക്കിയിരിക്കുകയാണ്. ദുബായിലെ വിശ്വപ്രസിദ്ധമായ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഇറാന്റെ ഷാഹിദ് 136 കാമിക്കാസെ ഡ്രോൺ പതിച്ചതും പാം ജുമേറ ഹോട്ടലിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് തീപിടിച്ചതും ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതും ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഇറാന്റെ ഷാഹിദ് 136 കാമിക്കാസെ ഡ്രോൺ പതിച്ചതായി ദൃക്സാക്ഷി വിവരണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത്. നഗരങ്ങളിൽ നിന്ന് പുകപടലങ്ങൾ ഉയർന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. UAE വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ വിജയകരമായി തടഞ്ഞുവെന്നും നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ബുർജ് ഖലീഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് അധികൃതർ ഈ നടപടി സ്വീകരിച്ചത്. ദുബായ് സിറ്റി വാക്കിന് സമീപം പുകയിരുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈൽ അവശിഷ്ടമാണോ, തകർക്കപ്പെട്ട ഡ്രോണാണോ, അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ ഈ സ്ഫോടനത്തിന് കാരണമായതെന്ന് UAE അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ പാം ജുമേറയിലെ ഫെയർമൗണ്ട് ഹോട്ടലിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഡ്രോൺ പതിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഡ്രോൺ തകർക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ നഗരമധ്യത്തിൽ പതിച്ചത് വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. ദുബായിലെ ആഡംബര കേന്ദ്രമായ പാം ജുമേറയിലെ ഫെയർമൗണ്ട് ഹോട്ടലിലെ തീപിടുത്തത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട ഈ മേഖലയിൽ സ്ഫോടനങ്ങൾ കേട്ടത് നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ദുബായിൽ സ്ഫോടനങ്ങൾ മുഴങ്ങിയത് പ്രവാസി സമൂഹത്തെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇൻഫ്ലുവൻസർ ഹോഫിറ്റ് ഗോലാൻ ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പാം ജുമേറയിൽ ആഡംബര ഹോട്ടൽ കത്തുന്നതും മിസൈലുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതും കാണാം. എല്ലായിടത്തും ബോംബുകൾ വീഴുകയാണെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായത് എന്നത് സ്ഥിതിഗതികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന ദുബായിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലും വലിയ ആശങ്കയുണ്ടാക്കുകയാണ്. UAE വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. അതിനിടെ പടിഞ്ഞാറൻ ഇറാനിലെ 100 കണക്കിന് കേന്ദ്രങ്ങൾ ആക്രമിച്ചതാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ ആദ്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുന്നതിന്റെ വീഡിയോകളായിരുന്നു ഇസ്രായേൽ വ്യോമസേന Xൽ പോസ്റ്റ് ചെയ്തത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിന് സമാന്തരമായി ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് നേരിടുന്ന ഭീഷണികളെ തടയാൻ വ്യോമ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പോസ്റ്റിൽ പറഞ്ഞു. US സാന്നിധ്യമുള്ള വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തിയത്. അതേസമയം വിവിധ രാജ്യങ്ങളിലെ US സാന്നിധ്യം പരിശോധിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്. ഖത്തറിൽ ഏകദേശം 10,000 സൈനികരുണ്ട്. സെൻകോമിന്റെ സുപ്രധാന ആസ്ഥാനമാണിത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക റഡാറുകളും ഇവിടെയുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ താവളമാണ്. US വിമാനവാഹിനി കപ്പലുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ആഴക്കടൽ തുറമുഖം ഇവിടെയുണ്ട്. 9,000 സേനാംഗങ്ങളും ഇവിടെയുണ്ട്. കുവൈറ്റിൽ ക്യാമ്പ് അരിഫാൻ, അലി അൽ സലൈം എയർബേസ് എന്നിവയുൾപ്പെടെയുള്ള താവളങ്ങളാണുള്ളത്. മേഖലയിലെ ഏറ്റവും വലിയ US വ്യോമ ലോജിസ്റ്റിക് സൗകര്യം കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. UAEയിൽ അബുദാബിക്ക് തെക്കുള്ള അൽ ദഫ്ര എയർബേസ് US വ്യോമസേനയുടെ നിർണായക കേന്ദ്രമാണ്. ദുബായിലെ ജബൽ അലി തുറമുഖം നാവികസേന കപ്പലുകൾക്ക് ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നുണ്ട്. ഇറാഖിൽ അൽ അസദ്, എർബിൽ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ 25,000-ഓളം അമേരിക്കൻ സൈനികരുണ്ട്. സൗദി അറേബ്യയിൽ പരിശോധിച്ചാൽ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ 2,300-ഓളം US സൈനികരാണുള്ളത്. ഇവിടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനവും താഡ് സംവിധാനവും വിന്യസിച്ചിട്ടുണ്ട്. ജോർദാനിൽ മുവാഫാഖ് അൽ സാൽറ്റി എയർബേസിൽ F-35 യുദ്ധവിമാനങ്ങളാണുള്ളത്. ഇവിടെ ഏകദേശം 3,188 സൈനികരുണ്ട്. അതേസമയം അമേരിക്ക ഇസ്രായേലിൽ നേരിട്ട് സൈനിക താവളമില്ല. എങ്കിലും ഇസ്രായേൽ സൈന്യവുമായി ചേർന്ന് നിരന്തരമായി സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്.